നമുക്ക് മലപ്പുറം തിരൂരിലേക്ക് ഇത് പോകാം. മലപ്പുറം തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വിവരം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. പ്രവർത്തകരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധം കുത്തിയിരിപ്പ് അദ്ദേഹം നടത്തുന്നത്. നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നിഖിൽ, എന്താണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്? പ്രതിഷേധം തുടരുകയാണോ? ദിലീപ്, പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചു. ഈ തിരൂർ പറവണ്ണ സ്കൂൾ ബൂത്തിന് മുന്നിലെ പ്രവർത്തകർ അകാരണമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് കാണിച്ചുകൊണ്ടാണ് തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ ഞാനിപ്പോൾ ഉള്ള തിരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ മുഴുവൻ വിട്ടയക്കാതെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പിന്മാറില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവർ പറയുന്നത്, ഈ UDF പ്രവർത്തകർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസ് നോക്കുമ്പോൾ ഏതാണ്ട് 8 പേരോളം ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ബൂത്തിന് മുന്നിലൊക്കെ നിലയുറപ്പിക്കുന്നതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇത് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് എന്ന് മനസ്സിലാക്കാതെ ഇവർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. തുടർന്ന് അവരെ ഈ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുവന്നു. തുടർന്ന് ഇവരെ ഇവിടെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറുക്കോളി മൊയ്തീൻ MLA യുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം SP യെ ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് കേസോ അല്ലെങ്കിൽ മറ്റു തുടർ നടപടികളോ ഒന്നും തന്നെ ഇല്ലാതെ അവരെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അല്പസമയം മുൻപ് അവരെ വിട്ടയച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രതിഷേധവും MLA അവസാനിപ്പിച്ചിരിക്കുക. അദ്ദേഹം പറയുന്നത്, മനഃപൂർവ്വം തങ്ങളെ പ്രവർത്തകരെ ഈ വോട്ടെടുപ്പിൽ നിന്നടക്കം മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കുറുക്കോളി മൊയ്തീൻ ആരോപിക്കുന്നത്. എന്തായാലും അരമണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത 8 പ്രവർത്തകരെയും പോലീസ് വിട്ടയച്ചിരിക്കുകയാണ്. ദിലീപ്, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.